മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിക്കര താലൂക്കിൽ തിരുപുറം കാഞ്ഞിരവിളാകത്തു വീട്ടിൽ പാസ്റ്റർ ആർ ജയരാജന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. 35 വർഷത്തിലേറെ കാലമായി സഞ്ചാര സുശിക്ഷകൻ എന്ന നിലയിൽ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുമായി സുശിക്ഷവേലയിൽ ഏർപ്പെട്ടു വരികയാണ് പാസ്റ്റർ ആർ ജയരാജ്. ദൈവത്തിന് സ്തോത്രം. പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ പപ്പയുടെ അമ്മയ്ക്കും ബന്ധക്കോസ് കുടുംബത്തോളാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മദ്യപാനത്തിലും പാവത്തിൻ്റെ പ്രവൃത്തികളും സന്തോഷമില്ലാതെ കൂട്ടര് കൂടി ലോകസ്നേഹത്തിൽ പോയിക്കൊണ്ട് അവർ പപ്പയുടെ അമ്മയ്ക്കും ഭയങ്കര വിശ്വാസം, ഒരു പ്രവർത്തനമുള്ള അമ്മച്ചിയായിരുന്നു ബിയാട്രസ് ആ മാതാവ്. പക്ഷേ രോഗശാന്തി ഭൂതശാന്തിയുള്ള മാതാവ്. അപ്പോൾ എനിക്ക് ഓരോ പ്രശ്നം വരുമ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയും. ഞാൻ അത് കേൾക്കില്ല, എൻ്റെ സന്തോഷം ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പപ്പ പോയാലും അമ്മ പോയാലും ഞാൻ വഴക്ക് പറയും. പക്ഷേ ഭയങ്കരമായ ചീത്ത വിളിക്കുകയും വഴക്ക് പറയും, ബൈബിൾ എടുത്ത് എറിയുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ യേശുവിനറിയാൻ ദൈവം ഭാഗ്യം ചെയ്ത്. അപ്പോൾ ഒരിക്കൽ പെട്ടെന്ന് തലവേദനയായിട്ട് സുഹാല ഭവനത്തിലായിരുന്നപ്പോൾ എന്നെ പപ്പയുടെ അമ്മ ഓടി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തീരുമാനം എടുപ്പിക്കുകയും ചെയ്ത് അങ്ങനെ പൂർണ്ണമായി വിശ്വസിപ്പാനും ദൈവം കൃപച്ച്. പക്ഷേ എങ്കിലും എൻ്റെ സന്തോഷം ജീവിച്ചുകൊണ്ടിരുന്ന് 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പല കൂട്ടരും കൂടി പാവത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു സമാധാന സന്തോഷം എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. ആത്മഹത്യ ചെയ്യണം, പക്ഷേ കിണറ്റിൽ ചാടണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ പൊട്ടിൻ്റെ ഗുളിക, തൈലങ്ങൾ ഉപയോഗിച്ചിരുന്ന, കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിച്ച് ആത്മഹത്യ ചിന്തിച്ചെങ്കിലും ആ യേശുവിനെ സ്നേഹം മനസ്സിലാക്കുവാനും ആഴുമേൽ കിണറാണ്, അത് ചാടാൻ പോയ സമയത്ത് ഒരു വെള്ളക്കരം കാണുവാൻ ദൈവം കൃപ ചെയ്ത്. അപ്പോൾ ആ വെള്ളക്കരം കണ്ടപ്പോൾ എന്നെ പിന്നെയും ഞാൻ മടങ്ങി വന്ന് ഭവനത്തിരുന്ന് മുട്ടുമേൽ പ്രാർത്ഥന, കർത്താവ് എന്നെ വിശ്വസിയായിരിക്കും, എൻ്റെ കുറവൊന്നും കണക്കരുത്, ദൈവ പൈതല ജീവിപ്പാൻ എനിക്ക് കൃപ തരണം എന്നുള്ള ദൈവത്തോടെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ കുറേ നാൾ പെയ്യോണ്ടിരുന്നും പിന്നെയും പാവത്തിൻ്റെ പ്രവൃത്തിയിലും മദ്യപാനത്തിലും. അന്ന് കള്ള് ഷാപ്പാണ്, അവിടെ പോയി മദ്യപിക്കുകയും കൂട്ടർ കൂടി പാവത്തിൻ്റെ പ്രവൃത്തി ജീവിച്ചുകൊണ്ടിരുന്നു. സമാധാനമില്ലായിരുന്നു. വീണ്ടും ആത്മഹത്യ ചിന്തിച്ച് പൊട്ടിൻ്റെ ഗുളിക, തൈലം ഇതൊരു കൃഷിക്ക് ഉപയോഗിക്കുന്ന അത് സാധനം ഉണ്ടായിരുന്നു, ഇത് കഴിക്കാനുള്ള ചിന്തയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഒരു പാസ്റ്റർ കടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് തീരുമാനം എടുപ്പിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് അതിലും ഒരു സമാധാനം കിട്ടിയില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു മെൻ്റൽ പ്രോബ്ലം വന്ന് കൈയും കാലും കെട്ടിയിട്ട് എന്നെ പലയിടത്തും കൊണ്ടുപോയി പ്രാർത്ഥിക്കും. പക്ഷേ ഒരു സ്വഭാവം നഷ്ടപ്പെട്ട് വസ്ത്രം ഇടുവാനോ ധരിപ്പാനോ ഉള്ള ബുദ്ധിയും ജ്ഞാനം എൻ്റെ ഇല്ലായിരുന്നു. എങ്കിൽ പലയിടത്തും കൊണ്ടുപോയി ആ അവസ്ഥകൾ യേശുവിനെ വിശ്വസിപ്പാം ദൈവം കൃപ ചെയ്ത്. അപ്പോൾ കൈയും കാലും കെട്ടിയ അവസരത്തിൽ രാത്രി ഒരു 1-2 മണിയായപ്പോഴെന്നെ എൻ്റെ പപ്പ അടുത്തുണ്ട്. പക്ഷേ വസ്ത്രമൊന്നുമില്ല. മനവിൽ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി AD സോഷൻ രാജ്യ സഭയിൽ കടന്നു പോകാം. അവിടെ ആ പട്ടിക്കുട്ടിൽ കടന്ന് ഞാൻ ഭയങ്കര നിലവിളിക്കുകയും ചെയ്തു രാത്രി, കർത്താവ് എന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ഒരു പ്ലേറ്റ് കരഞ്ഞെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ഒരു സുഖം നഷ്ടപ്പെട്ടതിൻ്റെതായുള്ള ഒരു മടങ്ങി വരികയും ഒരു സന്തോഷം തിരിച്ചറിയ ബോധം എനിക്കുണ്ടാവുകയും ചെയ്ത്. അങ്ങനെ യേശുവിനെ വിശ്വസിപ്പാൻ ദൈവം ഭാഗ്യം ചെയ്ത്. പക്ഷേ പിന്നത്തെ ഇതെല്ലാം അത്ഭുതം ഞാൻ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെയും കൂട്ടർ കൂടി പാവത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പല ദൈവാസന്മാർ കടന്ന് നീ യേശുവിനെ വിശ്വസിക്കണം, യേശുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ വേല ചെയ്യണം എന്നുള്ള പറയുമ്പോൾ ആരാധന കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവും മാതാവും എൻ്റെ സഹോദരിമാർ 4 സഹോദരിമാരുണ്ട്. അവർ ആരാധന കടന്നു പോകുമ്പോൾ തന്നെ ഞാൻ ഒരു സമാധാനമില്ല, സന്തോഷമില്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഒരു പൈസ പിടിച്ച് പിന്നെയും ഒരു പോരാട്ടത്തായിരുന്നു. പക്ഷേ ദൈവാസന്മാരെ ഒന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ഉപവസിക്കുകയും എന്നെ തീരുമാനം എടുപ്പിക്കുകയും പിന്നെയും ബൈബിൾ കോളേജിൽ എന്നെ മാർത്താണ്ഡത്ത് ബൈബിൾ കോളേജിൽ പറഞ്ഞുവിടാം കൃപ ചെയ്ത്. ലാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഉപവസിപ്പാൻ എന്നെ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. കൂട്ടർ കൂടി പല ദൈവമക്കളുമായിട്ടുള്ള പിന്നെയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. എങ്കിൽ അവരെ കൂടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തീരുമാനം. ഇപ്പോൾ പല ദൈവാസന്മാർന്ന് ഉപദേശം തന്ന് അപ്പോൾ അവിടെ ഉപവസിക്കുന്നത് ഞാൻ ഉപവസിക്കില്ല, ഞാൻ അവിടെ കടയിൽ ചെന്ന് പറ്റുവർ കഴിക്കുകയും ചെയ്യും. പക്ഷേ പിന്നത്തേൽ രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ വരണം. അപ്പോൾ എനിക്ക് ഭാരം, കർത്താവ് ദൈവമക്കൾ
ഉപവസിക്കുകയും കരയുന്നത്, അന്യഭാഷ പറയുന്നത് എൻ്റെ ഒരു ഭയങ്കരമായുള്ള സന്തോഷം. പിന്നെ ഞാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ അവിടെ മുട്ടുമേൽ ബൈബിൾ കോളേജ് പാസ്റ്റർ ആരിസ് പാസ്റ്റർ ഇടയ്ക്കാണ് മരിച്ചുപോയത്. പക്ഷേ ആ ദൈവസം മോനെ, നീ പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, പക്ഷേ സ്നാനം എടുക്കണം. അപ്പോൾ അതെല്ലാം പ്രതികൂലം അറേഞ്ച് ചെയ്ത് അപ്പോൾ അങ്ങനെ തീരുമാനത്ത് ഞാൻ കടന്നു പോകുന്ന ഇൻ്റർനാഷണൽ സിയൻ അസംബ്ലി ചർച്ചിൽ റിസോർട്ട് രാജ് പാസ്റ്റർ പറയുകയും ചെയ്ത്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു തരും. അപ്പോൾ അന്ന് രണ്ട് സഹോദരിമാർ സ്നാനം എടുക്കാണ്ട് എൻ്റെ മാതാവ് സ്നാനം എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഇരുന്ന സമയത്തിന് നമ്മൾ ഒരുമിച്ച് സ്നാനം എടുക്കാം, ദൈവം അവിടെ കൃപ ചെയ്ത് പഴയ ആറ്റിൽ കടന്നു പോകുന്ന അന്ന് സ്നാനം എടുക്കാം, ദൈവം അവിടെ കൃപ ചെയ്ത് പൂർണ്ണമായിട്ട് യേശുവിനെ വിശ്വസിപ്പാനും ട്രാക്റ്റും ബൈബിള് ഞാൻ വലിച്ചു തരുന്ന സമയത്ത് തന്നെ സുവിശേഷ പ്രവർത്തനമായി കടന്നു പോകാൻ ദൈവം കൃപ ചെയ്തിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക അടികളും ഇടികളും സ്തോത്രം ട്രാക്റ്റ് കൊടുക്കുന്ന വേളയിലും അടിച്ചിട്ടുണ്ട്. ഈ കൊടങ്ങാള പ്രദേശത്ത് കുറച്ചപ്പുറത്ത് ബൈബിൾ കൊടുത്തുന്ന സമയത്തിന് അപ്പോഴേൻ്റെ ഒരു കൺട്രാക്റ്റിൻ്റെ കൂടെ ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഹൈദരാബാദിൽ നിന്ന് ബൈബിള് അവിടെ ലോഡ് വന്ന് അപ്പോൾ എൻ്റെ 2 സഞ്ചി നിറയെ ബൈബിള് ഞാൻ കരസ്ഥമാക്കി. അപ്പോൾ പെട്ടെന്ന് കടയിൽ കൊണ്ട് 2 കടയിൽ പൈസ കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ 2 കയ്യിൽ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. ഞാൻ അത് തന്നെ കൊണ്ടുപോയി ലക്ഷ്യം വെച്ച് നെല്ലുമൂട് പ്രദേശത്ത് അങ്ങനെ കറങ്ങി ഇരിക്കോണം വഴി കറങ്ങി. അപ്പോൾ മണലോളം ഇനി കടന്നു പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും അത് കടന്നു ഇഷ്ടം പോലെ അവിടെ പുരുഷന്മാരും സ്ത്രീകളും അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർ ഹിന്ദുക്കൾ ഏരിയയാണ്, പെട്ടെന്ന് ബൈബിൾ എടുത്തു കൊടുക്കാൻ ദൈവം കൃപ. അന്ന് എൻ്റെ കയ്യിൽ സങ്കീർത്തനം സാർഷവാക്യം ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അത് എടുത്തു കൊടുക്കാൻ ദൈവം കൃപ ചെയ്തു. പക്ഷേ ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ലാലറിന് ശബ്ദം പോലെ മുഴങ്ങുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ഒരു വ്യക്തി നല്ല വണ്ണവും പൊക്കമുള്ള BJPയിലെ നേതാവെന്ന് അവർ പറയുകയും ചെയ്ത് ആ ദേശത്തുള്ളവരും. പക്ഷേ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് താക്കോലെടുക്കാൻ പോയി ആ രീതിയിൽ ഒറ്റ എൻ്റെ ഇടിക്കുകയും ചെയ്ത് വലത്ത് ഭാഗത്ത് നിന്ന് ഇടിയോടെ തന്നെ മുട്ടുമേൽ അവിടെ റോട്ടിൽ തന്നെ മുട്ടുമേൽ കൃപ ചെയ്ത്. പക്ഷേ രണ്ടാമത് ഞാൻ എൻ്റെ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തിയുടെ കൈ വിറയ്ക്കുകയും പിന്നെ എന്നെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ കുറച്ച് നിന്ന് കറങ്ങി അവിടെ വീണ്ടും ഞാൻ ദൈവത്തോടെ കടന്ന് ഉടമ്പടി ചെയ്ത് കർത്താവേ അവിടുത്തെ ഹിതം പോലെ ആവട്ടെ എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മേഖലയിൽ ഓടി നടന്ന് രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ എവിടെ ആയിരുന്നാലും മരണ വീട്ടിലായിരുന്നാലും ആശുപത്രി ആയാലും എപ്പോഴും എൻ്റെ സഞ്ചിയിൽ കന്നഡ ബൈബിള്, തെലുങ്ക് ബൈബിള്, ട്രാക്റ്റ്, ഇങ്ങനെ പല ഭാഷകളുടെ ട്രാക്റ്റുകളും എപ്പോഴും എൻ്റെ സഞ്ചിയിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുകയും മറ്റുള്ള സുവിശേഷം പറയും പലയിടങ്ങളിൽ അവർ അയച്ചിട്ടുണ്ട് ചർച്ചിൽ കടന്നു പോകണം എന്നുള്ള. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഞാൻ പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൽ 27 പറഞ്ഞ് ഞാൻ സമാധാനം തന്നയിച്ചു പോന്നു, ലോകം തരുന്നതല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം. ഒരു വ്യക്തി ഞാനൊരു സമാധാന സന്തോഷമില്ലായിരുന്ന ആ സമയത്ത് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഒരുത്തനിട്ട് സകല പാപം പോക്കി എന്നെ വെടുപ്പാക്കി ആ യേശുവിൻ്റെ രക്തം എന്നെ വീണ്ടും ഒരു പൈതലാക്കി തീർത്ത ആമയെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആമയെ സ്തോത്രം. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് ആമയെ എൻ്റെ പേര് ആമയെ സ്തോത്രം കർത്താവിനെ പ്രവർത്തിക്കുവാനും ആമയെ ഈ സാക്ഷിയാ തീരുവാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ആമയെ സ്തോത്രം. 35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്കിൽ ആ ദൈവം എന്നെ സ്നേഹിച്ച മഹാസ്നേഹമാണ് എൻ്റെ ഒരു കുറവെന്ന് കണക്കിടാണം. സ്തോത്രം. ക്രൂശിൽ മേയിച്ചൊരിഞ്ഞ ബൈബിൾ പറഞ്ഞിരിക്കും പോലെ സകല പാവം പോക്കി നമ്മൾ വെടിപ്പാക്കുന്ന പോലെ സ്തോത്രം ആ യേശുവിന് നിങ്ങളും സ്വീകരിക്കണം. എന്ത് പ്രശ്നമായിരുന്നാലും കർത്താൻ അസാധ്യം ഒന്നുമില്ല. മരണകരമായ ഏത് രോഗമായാലും ഏത് വ്യാധിയായാലും യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഞാൻ സമാധാനം, മനുഷ്യന് ഏറ്റവും സന്തോഷമേറിയാണ് സമാധാനം. ആ സമാധാനം ഇല്ലെങ്കിൽ മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ട് അതിന് നമ്മൾ പറയുന്നത് ഭ്രാന്തെന്നും ബുദ്ധിയില്ലെന്ന് ജ്ഞാനമില്ലെന്ന് സ്തോത്രം ആ വ്യക്തിയോട് നമ്മൾ പറയുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഈ തലയ്ക്ക് സുമാലതിരുടെ ഈ റോഡെ കടന്നു പോകുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഓടിയാണ് അവരുടെ ഏത് ബായി അല്ലെങ്കിൽ സ്നേഹിത എന്ന് വിളിച്ച് അപ്പോൾ ചിലർ ചീത്ത വിളിക്കും. അപ്പോൾ കഴിക്കാൻ വല്ലതും വേണോ എന്ന് ചോദിക്കുന്നവർ ചിലർ ഓന്ന് പറയും. സ്തോത്രം. ഞാൻ പലയിടത്തും കൊണ്ടുപോയി പലരെയും ഏൽപ്പിച്ചിട്ട് ചിലർ അത് അംഗീകരിക്കില്ല. എങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്തിൽ ഒരു ചർച്ചിൽ കൺവെൻഷൻ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ഞാൻ ഒരു 3-4 മണിക്ക്
നേരത്തെ എനിക്ക് പോകണമെന്ന് തോന്നി. നേരെ ഞാൻ ഹൈവേ വഴി പെയ്യോണ്ട സമയത്തിന് ഒരു വ്യക്തി കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ ഞാൻ ആ വ്യക്തിയോട് കാന കഴിച്ചില്ലെന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറാൻ പറഞ്ഞ് പുള്ളിക്കാരൻ സ്തോത്രം ഭയങ്കരമായ സ്മെല്ലും ഒരു വല്ലാത്ത ഒരു ഇതിൽ ദുർഗന്ധമായിരുന്നു. എങ്കിലും ഞാൻ സ്തോത്രം യേശുവിൻ്റെ അർത്ഥം പറഞ്ഞ് ആ വ്യക്തി വണ്ടി കയറ്റി കുറേ ദൂരം കൊണ്ടുപോയി സ്തോത്രം ലഘുവായി ഒരു ഭക്ഷണവും കൊടുത്തു വിട്ട്. അപ്പോൾ പിന്നെയും പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നിട്ട് പിന്നെ എൻ്റെ വണ്ടിയിൽ കയറി വന്ന് അങ്ങനെ ഒരു ചർച്ചിൽ കൊണ്ടുപോയി. കൊണ്ടുപോയി ചെന്ന് അവിടെ ഒരു ദൈവാസൻ്റെ പിതാവ് അവർ പറഞ്ഞ് നമുക്ക് പിന്നെ കുളിപ്പിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം. അങ്കിള് എനിക്ക് കട ഒന്നും തുറന്നിട്ടില്ല, അതിന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം അത് വസ്ത്രം ആ സമയത്ത് തന്നെ ഒരു വ്യക്തി ഓടി വന്ന് സഹോദര അവനുള്ള വസ്ത്രവും എൻ്റെ പേൻ്റെ ഉടുപ്പും അങ്ങനെ ആ വ്യക്തി തരുകയും ചെയ്ത് അവനെ കൊണ്ട് ആറ്റിലും തോട്ടിൽ കൊണ്ട് കുളിപ്പിച്ച് അപ്പോൾ പിന്നെ ഒരു ചിന്ത തോർത്ത് വേണം കുളിപ്പിക്കാൻ, അതിനുള്ള സോപ്പും സോപ്പും എല്ലാം വേണം. എങ്കിലും ആ കല്ലിൽ തന്നെ ആ സോപ്പും എല്ലാം ഉണ്ടായിരുന്നു. കുളിപ്പിച്ചിരിക്കും നേരെ പള്ളിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവൻ്റെ കയ്യിൽ തമ്പാക്കുണ്ടായിരുന്നു, പൻപറാക്കുണ്ടായിരുന്നു. ഇതെല്ലാം തോട്ടലെടുത്ത് കളയുകയും ചെയ്ത് ലാസ്റ്റിൽ ഒരു 10 രൂപ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ വ്യക്തി സ്തോത്ര കാഴ്ച വന്നപ്പോൾ തന്നെ ഈ 10 രൂപ എടുത്ത് സ്തോത്ര കാഴ്ചയിലിടുകയും ചെയ്ത്. അപ്പോൾ പലരും പറഞ്ഞ് അവന് ആ ദൈവസ്നേഹത്തിൽ ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഹിന്ദി ഒരു ദൈവാസൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുത്ത്, പക്ഷേ പലയിടത്തും പിന്നെ പുള്ളിക്കാരൻ പിന്നെ അവിടെ കൊണ്ടാക്കി പിറ്റേന്ന് പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ കാണാനില്ല. ഞാനൊന്ന് പറയട്ടെ, അങ്ങനെ അനേകം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദിക്കാരുടെ പ്രവർത്തനങ്ങൾ ഈ മുക്കാല പ്രദേശത്തിൽ യേശുവിന് ഒരു സുവിശേഷം പറയുവാനും എനിക്ക് ഒരു ഹിന്ദിയോ തമിഴോ ഒന്നും അറിഞ്ഞ് വായിക്കാൻ സംസാരിക്കും ഒന്നും അറിഞ്ഞൂടാ. എങ്കിലും പല ദൈവാസന്മാരെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ സ്മെല്ല് സഹിച്ച് ഈ ഒരു ദുർഗന്ധം പിടിച്ച അവരുള്ള താമസിക്കുന്നിടത്തിൽ കൊണ്ടുവന്ന് സുവിശേഷം പറയാൻ മറ്റു ദൈവാസന്മാരും അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ 4 പറയുന്നത് പകലോളത്തോളം നാം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് നമ്മൾ വെളിച്ചം പ്രാപിച്ച് അപ്പം മറ്റുള്ളവർ പാപത്തിലും ലോകത്തും ജീവിതത്തിലും മറ്റുള്ള യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്ന വേളയിൽ തന്നെ അവർക്കൊരു ആശ്വാസം, ഒരു വിടുതലും ഒരു സന്തോഷമായി. ഞാനൊരു ട്രാക്റ്റിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കട വാടകയ്ക്കെടുത്താണ് ട്രാക്റ്റിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറിയയിൽ വരും. അപ്പോൾ പല ദിവസന്മാർ അവർ പൈസ അടച്ച് അവർ ആ ട്രാക്റ്റ് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ 2200 ഇങ്ങനെ പല റേറ്റിലുള്ള കുറഞ്ഞും കൂടിയും വരും. അത് ദൈവാസന്മാർ എടുത്തുകൊണ്ട് പോയി അത് വേണ്ടെന്ന് പറയുന്നവർക്ക് വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് കടയിൽ കൊണ്ടുവച്ച് അങ്ങനെ ട്രാക്റ്റിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ദൈവാസന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പല അപ്പച്ചന്മാരും വന്ന് ട്രാക്റ്റ് എടുത്തുകൊണ്ട് അവർ ട്രാക്റ്റിൻ്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും പലരും വന്ന് കൊണ്ടുപോയി. ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് യേശുവിനെ അറിയാൻ ദൈവം ഭാഗ്യം ചെയ്ത് എനിക്ക് കർത്താവ് ചെറുവാരം ഒന്നും മറക്കാതെ വണ്ണം കർത്താവിൻ്റെ സ്തോത്രം യേശുവിനെ ഉയർത്തി കാണിക്കണം എൻ്റെ ആഗ്രഹമാണ്. എന്ത് കഷ്ടം വരട്ടെ, പ്രശ്നം വരട്ടെ, ഏതെല്ലാമായ പ്രശ്നം നിങ്ങൾ ഏറി വന്നാലും ആരുമതായ കർത്താവ് എൻ്റെ നിങ്ങളെ കൂടെയുണ്ട്, വഴി നടത്തുന്ന ദൈവമാണ്. അപ്പോൾ ഈ ശബ്ദം ശ്രമിക്കുന്നവർക്ക് യേശു നിങ്ങൾക്ക് വേണ്ടി അരികിലുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 20 വായിക്കുന്ന പോലെ സ്തോത്രം, ഞാൻ വാതിൽക്കുന്നു മുട്ടുന്നു, ആരെങ്കിലും സ്തോത്രം ആ കർത്താവിന് സ്വീകരിപ്പം മനസ്സുണ്ടോ, യേശുവിനെ ഭാഗം സ്വീകരിപ്പം മനസ്സുണ്ടോ, നിങ്ങൾ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കി പോകരുത്. ഹല്ലേലൂയ. സർവശക്തനായ യേശു എൻ്റെ നിങ്ങളെ ജീവിതത്തിൽ കടന്നെന്ന വേളയിൽ തന്നെ നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ മകളെ എന്നുള്ള ആ ഇമ്പസ്വരത്തോട് ആ ലാവണ്യ വാക്കത്തോട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് എന്ത് പ്രശ്നമായാലും കടഭാരമായിട്ട് രോഗമായിട്ട് ദുഃഖമായിട്ട് മാതാവിന് അല്ലെ മക്കളെക്കുറിച്ചുള്ള വേദന ആയിരിക്കാം, ഭർത്താവിനെ കുറിച്ചുള്ള വേദന ആയിരിക്കാം, ആരെല്ലാം കൂടെ വേദന വന്നാലും ഒരിക്കലും ആത്മഹത്യ ഇതിനൊരു പരിഹാരം തരികയില്ല. ഒരു മറ്റൊരു ട്രെയിനിൽ ചാടാം, ബസ്സിൽ ചാടാം, മരത്തിൽ കയറുന്ന ചാടാം. ഇങ്ങനെ പല എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ട്രെയിനിൽ ചാടാൻ പോയിട്ടുണ്ടായിരുന്നു. പോകാൻ ആഗ്രഹ സമയത്ത് പിന്നെയും പല ദൈവവാസന്മാരെ വിളിച്ചുകൊണ്ട് എന്നെ പോകും. അതിനെല്ലാം പിന്തിരിപ്പിച്ച് അതിന് നേരെ അതിലേക്ക് കടത്തിവിടുകയും ചെയ്യും കൃപ ചെയ്ത്. അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എവിടെ ആയിരുന്നാലും ഏത് രാജ്യത്തും ഏത് ജില്ലയിലായിരുന്നാലും ആ യേശുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പൂർണ്ണമായ യേശുവിനെ വിശ്വസിച്ച് കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ ഭവനത്തിലും എൻ്റെതായുള്ള ഹൃദയത്തിൽ കർത്താവ് കടന്നു വരണേ. സക്കായുടെ ഭവനത്തിൽ യേശു തന്നെ കടന്നുപോയെന്ന വേളയിൽ തന്നെ സക്കായി കാട്ടത്തിൽ മരത്തിൽ പോയി കയറി അത് കാട്ടത്തിൽ എന്ന് പറഞ്ഞ സ്തോത്രം മുള്ളും
ആ ഇല മൂടപ്പെട്ട ആരും കാണുകയില്ല. പക്ഷേ യേശു ക്രിസ്തു ദൂരെ നിന്നും ഗ്രഹിക്കുന്ന കർത്താവാണ്. സ്തോത്രം. സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ കർത്താവ് നമ്മൾ ദൂരെ നിന്ന് ഗ്രഹിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഏത് നമ്മൾ വിളിച്ചും വച്ചിരുന്നാലും അത് വെളിച്ചത്തെ കൊണ്ടുവരുന്ന ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഏത് തീരാ രോഗമായാലും ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്, ഏത് പ്രശ്നമായാലും കർത്താവിന് അസാധ്യമൊന്നുമില്ല. പല രോഗത്താൽ കഷ്ടപ്പെടുന്നതായിരിക്കാം. സ്തോത്രം. ലക്ഷങ്ങൾ കോടികൾ ചിലവെടുക്കാം. ബഹയില്ലായിരിക്കും. പക്ഷേ യേശു ഒരു വാക്ക് പൂർണ്ണമായി നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വാതിൽക്കെന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ക്ഷേത്രത്തിൽ വാതിൽ തുറന്ന ഞാൻ അവരോടുകൂടെ അത്താഴം കഴിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്ന പ്രകാരം. ഹല്ലേലൂയ. ആ കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കുക. സ്തോത്രം. ഒന്ന് നിങ്ങൾ സത്യത്താത്മാവിൽ ആരാധിക്കണം. പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന സഭ, ബന്ധക്കുസ് സഭ കടന്നു പോകണം. അടുത്തുള്ള ബന്ധക്കുസ് ധാരാളം ബന്ധക്കുസ് സഭ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കടന്നു പോകണം. സ്തോത്രം. പല സംഘടന സഭകളുണ്ട്. പക്ഷേ വിശുദ്ധ വേർപാടിൽ നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ അറിവ് വചനങ്ങൾ എടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി പറയുന്ന വചനം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യേശുവിന് ജലത്തിൽ സ്നാനപ്പെടുത്തണം. യേശു ക്രിസ്തു ഒരു മാതൃകയാണ്. ഹല്ലേലൂയ. ഒരു ഒന്നാം പടിയായിരിക്കുന്ന ആ സ്നാനം. പക്ഷേ നമ്മൾ സ്നാനം പലരും വിശ്വസിക്കാൻ പറ്റുകയില്ല. നിരന്തരമായ ദൈവികമായ അനുഭവങ്ങളുടെയും നിരന്തരമായ പ്രാർത്ഥനകളുടെയും ഫലമായി കർത്താവിൻ്റെ സാക്ഷിയായി മാറി ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച ക്രിസ്തുവിൽ ജീവിതം തുടരുകയാണ് പാസ്റ്റർ ആർ ജയരാജ്. ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു രാത്രി 2:30 മണി കഴിഞ്ഞു തോന്നുന്നു. ഞാൻ ഒരു നൈറ്റ് പ്രയർ കഴിഞ്ഞ് അങ്ങനെ അവിടെ നൈറ്റ് പ്രയർ നിന്ന് നേരത്തെ ഇറങ്ങി. അപ്പോൾ എനിക്കൊരു തോന്നുന്നത് നമ്മളൊരു സ്നേഹിതൻ്റെ വീട്ടിൽ രാത്രി കടന്നു പോകണം. പക്ഷേ ആ രാത്രി പുള്ളിക്കാരൻ കിടന്നിറങ്ങാതെ അങ്ങനെ കറങ്ങി ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ യേശുവിനെ നിങ്ങൾ ഇത്ര കാലം ആരാധിച്ചല്ലോ, നിങ്ങളുടെ അമ്മ പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ചു പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ അവർ സ്വർഗ്ഗരാജ്യത്തിൽ കടന്നുപോവുകയും ചെയ്തു. അപ്പോൾ സാറിന് സ്വർഗ്ഗത്ത് പോണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു, സാറിന് അമ്മയെ കാണണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ ദൈവം നിങ്ങൾ സൗഖ്യം തരും. തണുപ്പ് രോഗമായാലും പണിയായിരുന്നാലും തലവേദന ആയാലും നിങ്ങളൊരു പൈശാചി പോരാടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മാറ്റുന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സാറ് പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ച് ഉടനെ ആ വ്യക്തി തീരുമാനം എടുത്ത് ഞാൻ ഒരു സ്നാനം എടുക്കാമെന്ന്. പക്ഷേ ഈ അടുത്ത കാലത്ത് വേറൊരു സഭയിൽ പോയി സ്നാനം എടുക്കുകയും ചെയ്ത് ഞാൻ പറയുന്നത് പലരും ഞാൻ ഒളിച്ചും പതുങ്ങിയും ചിലർ വേറെ ആരാധനയിൽ പോകാതെ കറങ്ങി നിൽക്കുന്നവരും സ്തോത്രം. നിങ്ങൾ CS പോകേണ്ട, ഒരു ബന്ധക്കോസിൽ കടന്നു പോകണം, പ്രാർത്ഥിക്കുക. ഇത്ര കാലം നിങ്ങൾ പല ചർച്ചിൽ പോയിട്ട് ഒരു സന്തോഷം സമാനം പ്രാപിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി ഇനി യേശുവിനെ വിശ്വസിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ട്രാക്റ്റ് കൊടുക്കുന്ന വേളയിൽ കൊട്ടാരക്കരയെന്ന് ഒരു വ്യക്തി എന്നെ വിളിക്കുകയും ചെയ്ത്, അപ്പോൾ സ്നേഹിത സാറ് നിങ്ങൾ ട്രാക്റ്റിൻ്റെ പ്രവർത്തനമാണല്ലോ, ചർച്ചുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാറ്, ചർച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപദേശിച്ച കാര്യം എൻ്റെ ബുദ്ധിക്കത്ത അങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ്റെ വീട് അപ്പോൾ ചർച്ചിൽ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തീരുമാനം എടുത്തിപ്പിച്ചു. പക്ഷേ പിന്നത്തേൽ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് പറയാൻ കാരണം ലോകം അന്ത്യത്തിൻ്റെ കാലഘട്ടമാണ്. ഈ 2026 ഓരോ ദിവസം ഇപ്പോൾ 6-ാം മാസമായിരിക്കുന്നു. ദിവസം ഓടുന്നു പോലെ ഞങ്ങൾ സ്തോത്രം ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ യാത്രയാണ്. അപ്പോൾ ഞാനും കർത്താവിനോടൊരു ബന്ധം എത്രത്തോളം ഉണ്ടോ എന്നുള്ള എനിക്കും ദൈവമുള്ള ഒരു ഹല്ലേലൂയ ടച്ച് മാത്രമേ ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, അപ്പോൾ കർത്താവ് തൻ്റെ ഭക്തന്മാരെ ചേർക്കാൻ മേഘാരൂഢനായി വേഗം വരും. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, അന്ന് എൻ്റെ പിതാവും മാതാവിൻ്റെ വാക്ക് ഞാൻ കേൾക്കാറുന്നെങ്കിൽ ഞാൻ ഒന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. 4 സഹോദരിമാർ ഒരു ബന്ധുക്കൂസ് ആരാധി കടന്നു പോകും. ഞാൻ തന്നെ ആണാട്ടുള്ള എങ്കിലും ആ യേശുവിനെ സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ചെയ്ത് മറ്റോ എൻ്റെ പിതാവും മാതാവും ബന്ധുക്കൂസിൽ കടന്ന് സഹോദരിമാർ കുടുംബങ്ങളായ ഒരു ബന്ധുക്കൂസ് തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ യേശു എന്നെ രക്ഷിച്ചില്ലെങ്കിൽ രോഗത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് യേശുവിനെ എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. 2 കൈയും കാലില്ലാതെ ആ ബന്ധിച്ചേരുന്ന സമയത്ത് തന്നെ ആ യേശുവിനെ രക്ഷിക്കുകയും ചെയ്ത്.
ഹല്ലേലൂയ. ഇന്ന് പലരും സുബോധമില്ലാതെ നഷ്ടപ്പെട്ട് വസ്ത്രമില്ലാതെയും ഈ റോഡെ അലയുന്നവരെ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയവും ഒരു ദുഃഖവും. ആമേ, ദൈവം അന്ന് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് അവരെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനോ അല്ല അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ള സാക്ഷി പറയുക. ആമേ, യോഹന്നാൻ സുവിശേഷം ആമേ സ്തോത്രം 9-ാം അധ്യായത്തിൽ 4 വായിക്കുന്ന പോലെ ആമേ സ്തോത്രം അത് ഭയങ്കരപ്പെട്ട വചനമാണ്. ഹല്ലേലൂയ. ആർക്കും പ്രവർത്തിച്ച് രാത്രി വരികയാണ്. ആമേ, ഇനി എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. അപ്പോൾ പകലുള്ളിടത്തോളം നാം കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേ, എന്നിൽ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എന്ത് ജോലി ആയിരുന്നാലും ഏത് മേഖലയിൽ ആരാധിക്കുന്ന ദൈവമക്കളായിരുന്നാലും ആമേ പാസ്റ്ററായിരുന്നാലും ആമേ വിശ്വാസിയായിരുന്നാലും ആമേ പകലുള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേ, നാളെ ആവട്ടെ മറ്റന്നാവട്ടെ ആമേ സ്തോത്രം 1 ആഴ്ച കഴിയിട്ട് ആമേ മോളെ കല്യാണം കഴിയിട്ട് മോൻ്റെ കല്യാണം കഴിയിട്ട് അല്ലെങ്കിൽ വീട് വയ്ക്കിട്ട് ആമേ ഞാൻ കാറ് വാങ്ങിട്ട് ആമേ സ്തോത്രം കർത്താവിൻ്റെ വേല ധൈര്യത്തോട് യേശുവിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. പകലുള്ളിടത്തോളം കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേ, എന്ത് സംഭവിക്കുന്ന പലയിടങ്ങൾ പല ആപത്ത് അനർത്ഥങ്ങൾ ആമേ വാഹനത്തിൽ എത്രയും നീളിലും ആക്സിഡൻറ്റ് പല രീതിയിലുള്ള. അപ്പോൾ നാം എവിടെ ആയിരുന്നാലും എനിക്കൊരു പോകുന്ന വേളയിൽ തന്നെ ഞാൻ എൻ്റെ ബൈക്കിൽ തന്നെ ആമേ ഒരു ബാഗ് അല്ലെങ്കിൽ 2 സഞ്ചി എന്തായാലും കാണാം. അപ്പോൾ പല ഭാഷയുടെ ട്രാക്റ്റുകളും ബൈബിളും ഞാൻ കടന്നു. എൻ്റെ അമ്മ കടന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അപ്പോൾ ഞാൻ നോക്കുന്ന വേളയിൽ തന്നെയും അപ്പോൾ പലരും വേദനയോട് അവിടെ കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഞാനൊന്ന് ഒരു വാക്ക് യേശു നിങ്ങൾക്ക് വേണ്ടി സൗഖ്യമാക്കും. എൻ്റെ അമ്മ ആമേ ട്യൂബിലിട്ട് അമ്മ എൻ്റെ കിടക്കയിലായിരുന്നെങ്കിലും അപ്പോൾ പലരും എന്നെ കയറ്റി വിട്ടു. ഞാൻ പറയും എൻ്റെ അമ്മ ഇന്ന വാർഡിൽ കിടക്കുകയാണ്. അപ്പോൾ പലർക്കും എന്നെ അടിക്കുന്നത് അവിടുത്തെ ജോലിക്കാർ നിങ്ങൾ ഇവിടെ ഭയങ്കര മതപ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഞാനും മിണ്ടാതെ നിന്നിട്ട് ബൈബിൾ കൊടുക്കുകയും ട്രാക്റ്റ് കൊടുക്കുകയും അപ്പോൾ അവിടെ ആ രോഗി പലരും കുത്തുകേസിലും കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞും പല ആശ്രമങ്ങളിലും പല ആപത്തിൽ അവർ കിടക്കുകയാണ്. ചിലർ പറയും നിങ്ങൾക്ക് വേറെ വേലയില്ല. ഞാൻ പറഞ്ഞു യേശു എന്നെ രക്ഷിച്ചു. മരണത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ഈ തലയ്ക്ക് സുഖാലത്തിൽ നിന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം നഷ്ടപ്പെട്ടതിൽ നിന്ന് അത് എന്നെ രക്ഷിച്ചത് യേശുവിനെ സ്വീകരിപ്പാം ദൈവം കൃപ ചെയ്ത്. അതാണ് ഈ മധ്യത്തിൽ ഞാൻ സ്തോത്രം കടന്നു വരാൻ ദൈവം കൃപ ചെയ്ത്. വേണം എൻ്റെ അമ്മ താഴെ നിലയിൽ കിടക്കുകയാണ്. അവിടെ വരുന്ന കറങ്ങി നിന്ന് എനിക്കിരിക്കാം, അല്ല വെളിയിൽ കറങ്ങിയിരിക്കാം. ആ യേശുവിനെ എനിക്ക് പറഞ്ഞിലേക്ക് സന്തോഷം സമാധാനം ഇല്ല. ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ മാടി വിളിക്കുക, മകനെ മകളെ എന്നുള്ള രീതിയിൽ. വിദ്യാസമ്പന്നരായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമുള്ളതായിരിക്കാം, നല്ല ഭവനമുള്ളതായിരിക്കാം, അല്ല നല്ല വാഹനം ഉണ്ടായിരിക്കാം. നിൻ്റെ ആത്മാവ് നിന്നോട് ചോദിച്ച നീ എവിടെ സ്തോത്രം എവിടെ പോകും? നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകത്തിൽ ഹല്ലേലൂയ വിശാലമായിട്ട് പോവാം. പക്ഷേ സ്വർഗത്ത് പോകണമെങ്കിൽ ഈ നെരുക്കമുള്ള പാതയിലേക്ക് കർത്താവിന് സത്യത്തിൽ ആത്മാരെ ആരാധിച്ചുകൊണ്ട് പൂർണ്ണമായി യേശുവിന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തെ ആരാധന കടന്നു പോകണം. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തെ പേരിലാ തീരുകയും ചെയ്യും. സ്തോത്രം കർത്താവിന് നമുക്ക് മുഖമാവാൻ കാണാൻ കഴിയുകയും ചെയ്ത്. ഇനി എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. പൂർണ്ണമായി നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. ഇനി സമയങ്ങൾ കാലങ്ങൾ മാസങ്ങൾ ഏറെയില്ല. ഈ 2026 ഇതാവാം സ്തോത്രം ചില മാസങ്ങൾ കഴിയുകയും ചെയ്ത്. ഒന്ന് പറയട്ടെ, യേശു നിങ്ങളെ കഴിഞ്ഞ വർഷത്തിലല്ല ഈ വർഷം തന്നെ ഇത് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കപ്പോൾ എങ്ങനെ തെറ്റി കഴിയും? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കും പോലെ ഇത്ര വലിയ രക്ഷ വലിയൊരു രക്ഷ പദവി നമുക്ക് വേണ്ടി കർത്താവ് വച്ചിട്ട് പോയി. വീണ്ടും മേഘോടനായി കർത്താവ് നമ്മൾ ചേർക്കാൻ കടന്നു വരും. ദൂതന്മാരുമായി സേനാദൂതമായി കർത്താവ് തന്നെ ഗംഭീരനാഥത്തോട് പ്രധാന ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രനെ ചേർക്കാൻ ഹല്ലേലൂയ എതിരേൽപ്പാനുള്ള സ്തോത്രം സുദിനം ആഗതമായിരിക്കുന്നു. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കി പോകരുത്. ഈ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങൾ കടന്നു വരിക. എനിക്കും ഇത്രയും സമയം ഒരുക്കുക ഈ ചാനലിനോട് എൻ്റെ നന്ദി പറയുന്നുണ്ട്. സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവം മേൽക്കും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് ഒരു ചരണം പാടിക്കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യേശു എനിക്കു നല്ലവൻ, യേശു എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, യേശു എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. കർത്താവ് വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹം പ്രസാദമേറിയ കർത്താവേകളോട് സമയത്ത് കർത്താവെ ഈ ചാനൽ പങ്കെടുപ്പാൻ ദൈവം ഒരുക്കുക.
കർത്താവ് ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തണേ. ദൈവം അവരെ അനുഗ്രഹിക്കണേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവ് ഇത് പോരാ കർത്താവ്, പ്രസ്ഥാനമായി ദൈവം വലിയ പന്തലിപ്പാൻ ദൈവം അവരെ സഹായിക്കണം. സാമ്പത്തിക എല്ലാം അറിയുന്ന ഈ ശബ്ദം ശ്രമിച്ചവരെയും അവിടെ ദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിന് പൂർണ്ണമായി വിശ്വസിപ്പാൻ, സത്യത്തിൽ ആരാധിപ്പാൻ, കർത്താവിനെ സ്വീകരിപ്പാൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകണേ. ഏത് രോഗമായാലും ഏത് വ്യാധി ആയാലും കർത്താവിന് അസാധ്യമൊന്നുമില്ല. എല്ലാ മാനവ മുഖത്തും ദൈവത്തിരുന്ന് യേശുനാഥനെ ആമേൻ. കഴിഞ്ഞ 35 വർഷക്കാലത്തിലേറെയായി സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷവേലയിൽ പ്രവർത്തനം തുടരുന്ന നെയ്യാറ്റിങ്കര തിരുപുറം കാഞ്ഞിരവിളാകത്തു വീട്ടിൽ പാസ്റ്റർ ആർ ജയരാജിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.